നമസ്കാരം, പടം പുരാണത്തിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ ഇപ്പോൾ ഒരുപാട് സഖാക്കന്മാരുടെ അല്ലെങ്കിൽ ഒരുപാട് കമ്മ്യൂണിസം ബ്രാൻഡായിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലോട്ട് ഒരു പുതിയൊരു പടം, പുതിയൊരു ചിത്രം, അതും ഒരു വൺ ടീം, ഒരു മികച്ച ഒരു യൂത്തിനെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു ടീം വരുന്ന ഒരു ചിത്രം CIA, കോമ്രേഡ് ഇൻ അമേരിക്ക. അമേരിക്കയിലാണെന്നല്ല എനിക്ക് തോന്നുന്നു, എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിലോട്ട് പോകുന്നത്. ദുൽഖർ സൽമാൻ നായിക എന്ന് പറഞ്ഞ ഒരു പുതുമുഖമാണ്. ആദ്യം അനു മാനുവൽ ആയിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത്, പിന്നെ മാറി ഈ ഒരു പുതുമുഖം ആണ് ഈ നായികയായിട്ട് വന്നിരിക്കുന്നത്. ചിത്രം അമൽനീരതാണ്. ദുൽഖർ സൽമാൻ ആണ് നായകനെങ്കിലും അമൽനീരദിന്റെ ഒരു ബ്രാൻഡ്, അതൊരു ബ്രാൻഡാണ്. പടം സംവിധാനം മാത്രമല്ല, അമൽനീരദ് പ്രൊഡക്ഷൻസ് ആണ് പടം ഇത്. അതങ്ങനെ വന്നതിന് പിന്നില് മുമ്പ് അൻവർ എന്ന് പറയുന്ന ചിത്രം പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പുറത്തൊരു പ്രൊഡ്യൂസർ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ചിത്രം ഇപ്പൊ നല്ല ചിത്രമാണെങ്കിലും ആ ഒരു സക്സസ് വന്നില്ല. അപ്പൊ ഒരുപാട് അമൽനീരദിന് ഒരുപാട് പ്രൊഡ്യൂസറിന്റെ ഒരുപാട് അതിന്റെ സംസാരം കേൾക്കേണ്ടി വന്നതിന് ശേഷമാണ് ഈ അമൽനീരദും ആഷിഖ് കപൂറും രണ്ടുപേരും സ്വന്തമായിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി. ഒരു വൻ സിനിമയായിരുന്നു ബാച്ചിലർ പാർട്ടിയാണ് സ്റ്റാർട്ടിങ്. അതിനൊട്ടാണ് പിന്നെ വേറെ പുറത്തൊന്നും കൊടുത്തിട്ടില്ല. ബാച്ചിലർ പാർട്ടി ആയിരുന്നാലും, അഞ്ചു സുന്ദരികളായിരുന്നാലും, ഇയോബിന്റെ പുസ്തകമായിരുന്നാലും, ഇപ്പം CI ആയിരുന്നാലും ഫഹദിന്റെ ഇതും കൂടെ ഉണ്ട്. ഫഹദും ഉണ്ട്, പക്ഷെ ഓൾസോ അമൽനീരദ് പ്രൊഡക്ഷൻസും കൂടെ ഉണ്ട് അതിന്റെ അകത്ത്. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ പടത്തെ കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇല്ല, അധികം ഡീറ്റെയിൽസ്. അതുകൊണ്ട് തന്നെ നമ്മള് ഈ ഒരു ലക്കത്തിൽ നമ്മള് ചർച്ച ചെയ്യുന്ന നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ മ്യൂസിക് ചെയ്ത ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സും വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റണ്ട് ചെയ്തിരിക്കുന്ന ലോഗന്റെ സ്റ്റണ്ട് മാസ്റ്ററായ മാർക്ക് ഷവേരിയ എന്ന് പറയുന്ന പുള്ളിക്കാരൻ, അത് ഫേസ്ബുക്കില് അമൽനീരദ് ലോഗനെ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്പർ 1 മൂവി ഇൻ ദ വേൾഡ് ആയ പുള്ളിയോട് വർക്ക് ചെയ്യാൻ പറ്റിയ കൺഗ്രാറ്റ്സ് ഫോർ ലോഗൻ എന്ന് പറഞ്ഞു. നമുക്ക് അമൽനീരദ് ആയതുകൊണ്ട് എന്തായാലും നല്ല പ്രതീക്ഷയാണ്. കാരണം അമൽനീരദിന്റെ പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്തെല്ലാം കൊള്ളത്തില്ല അഭിപ്രായം കേട്ടാലും നമ്മള് തിയേറ്ററിൽ പോയി അദ്ദേഹത്തിന് മാത്രമായിട്ട് അതുപോലെ തന്നെയാണ് അമൽനീരദിനെ പോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഓഡിയൻസ് ഉള്ളതാണ്. അപ്പൊ ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് നമ്മളിപ്പോ ദുൽഖറിനെ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്തിരിക്കുന്നത്, എല്ലാരും ട്രോൾ സൽമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഒരു NRI ടച്ച് ഉള്ള ചെറിയ സത്യമുണ്ട്. പടമെല്ലാം ഒരുപക്ഷെ പുള്ളി നാടുവിട്ട പടമല്ല, 100 Days of Loveലൊന്നും നാടുവിട്ടിട്ടില്ലെന്ന് ബാക്കി എങ്കിലും ബാക്കിയുള്ള നാടുവിട്ടിട്ടുണ്ടെങ്കിലും പടങ്ങളെല്ലാം ഫിറ്റാണ്. അതുപോലെ തന്നെ ഇതിന്റെ അകത്തും നാടുവിടൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം പടത്തിന്റെ ആദ്യം വന്ന ഷൂട്ടിംഗ് എല്ലാം കോട്ടയത്തായിരുന്നു, പിന്നെ എനിക്ക് തോന്നുന്നു പ്രണയത്തിന് അത് നീലാകാശം പച്ചക്കടലിലും നീലാകാശമാണോ അതെ വിജയം എന്ന രീതിയിലും പടത്തിന്റെ ക്വാളിറ്റിയിലും നീലാകാശം ആകട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പിന്നെ അമൽനീരദാണ്. കാരണം ജോമോന്റെ സുരക്ഷിതം തുടങ്ങുന്നതിന് വളരെ കാലം മുമ്പേ തുടങ്ങിയതാണ്. ഒരുപാട് ജോമോന്റെ സുരക്ഷിതം തീർന്നപ്പോഴും അത് കഴിഞ്ഞ് ദുൽഖർ പിന്നെയും ഒരു സോളോ എന്ന് പറയുന്ന മൂവിക്ക് ഫസ്റ്റ് ഷെഡ്യൂളും ദുൽഖർ കൊടുത്തായിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ദുൽഖർ സൽമാൻ പാടിയ ഒരു പാട്ട് നാഷണൽ ജിയോഗ്രഫിക്ക് ഒരു പരിപാടിക്കകത്ത് നാഷണൽ ജിയോഗ്രഫി ആണോ ഡിസ്കവറി ഞാൻ കണ്ടായിരുന്നു. അത് ഞാൻ അതില് നമ്മൾ ട്രാവലിംഗ് ഇന്ത്യ അങ്ങനത്തെ അവതാരികയായിട്ട് വന്നത് നമ്മുടെ നീലാകാശത്തിലെ അത് ആ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. നമ്മളതിന്റെ നോക്കാം, അതുപോലെ തന്നെ അമൽനീരദ് എന്ന് പറയുന്ന ഡയറക്ടറിന്റെ ഒരു പ്രത്യേകത, പുള്ളി വിഷ്വൽസ് വെച്ച് കഥ പടം എന്തോ ആകട്ടെ, പക്ഷെ നമ്മൾ ടിക്കറ്റിന് കൊടുത്ത കാശ് അതുപോലെ മലയാള സിനിമയിലെ മലയാള പ്രേക്ഷകരുടെ ഒരു
സിനിമകളിലോടുള്ള ഒരു വിഷ്വലി ഉള്ള ഒരു അറ്റാച്ച്മെന്റ് മാറ്റിയ ഒരു സിനിമയാണ് പുള്ളിയുടെ ആദ്യത്തെ സിനിമ. അതിപ്പം ആ ഒരു വിഷ്വലിന്റെ ആ ഒരു ചേഞ്ച് പുള്ളിയുടെ ആദ്യം ഡയറക്ട് ചെയ്ത പടം അല്ലെങ്കിൽ പോലും ആദ്യമായിട്ട് സിനിമാറ്റോഗ്രാഫി ചെയ്ത ബ്ലാക്ക് ലൈറ്റ് എന്ന് പറയുന്ന സിനിമയിൽ നല്ല രീതിയിൽ പുള്ളിയുടെ സിഗ്നേച്ചർ ആയ ആ കൊട നമ്മൾ ബ്ലാക്കിനകത്ത് കാണാം. ബ്ലാക്ക് കൊടയും ഒരു സീനുണ്ട് ലാൽ നടന്നതൊക്കെ അതുപോലെ കാണാം. അതുപോലെ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാരും, അതായത് കേരളത്തിൽ ഇപ്പൊ എല്ലാരും ദുൽഖറിന്റെ ഒരു സിനിമയ്ക്കാണ് ഇപ്പൊ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു നല്ല ഏറ്റവും കൂടുതൽ സ്റ്റാർ ആയിട്ട് പുള്ളിക്കാരൻ. അല്ല അങ്ങനെയല്ല, എങ്കിലും ഒരു ഫസ്റ്റ് ഡേ ക്രൗഡ് പുള്ളറായിട്ട് ഇപ്പൊ മെയിൻ ആയിട്ട് ലാലേട്ടന്റെ കാര്യമല്ല, അത് അവരെ മാറ്റി നിർത്തി. അതെ ഒരു ഡിമാൻഡ്, അതുപോലെ അതേ ഡിമാൻഡ് ഉള്ള ഒരു ഡയറക്ടറും കൂടാണ് നമ്മുടെ അമൽ നീരദ്. അപ്കമിംഗ് വീക്കിൽ നമുക്ക് ഇതിന്റെ ട്രെയിലറുകളും ഇനി കൂടുതൽ ഡീറ്റെയിൽസ് റിവീൽ ആവുമ്പോൾ നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ നല്ല ഡിസ്കഷൻ. റിലീസ് ഡേറ്റ് എന്താണ്? ഉടനെ നെക്സ്റ്റ് മന്ത് ഏപ്രിൽ 10 to 20 അതിനിടയ്ക്കായി. അപ്പോഴും മലയാളത്തിൽ വലിയ വലിയ കാലം തന്നെയാണ്. ഗ്രേറ്റ് ഫാദർ വരുന്നു, അടുത്ത ആഴ്ച 1970 വരുന്നു, സഖാവ് വരുന്നു, അപ്പോ അത് വരുന്നു, ബാഹുബലി 2 ഏപ്രിൽ എന്തെങ്കിലും മൊത്തത്തിൽ അടുത്ത മാസം പോക്കറ്റ് മുന്നോട്ട് വരുന്നത്. അതെ, അപ്പൊ CIA നമ്മളെല്ലാരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോ എല്ലാ ഭാവങ്ങളും നമ്മുടെ ടീം പടം പുരാണത്തിന്റെ വക അപ്പൊ നമുക്ക് ഇപ്പോഴ് നമുക്കൊന്ന് പടത്തെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. എന്നാലും അടുത്ത ട്രെയിലർ വന്നിട്ട് നമ്മൾ ട്രെയിലർ അപ്പൊ ശരി, പിന്നെ കാണാം. ബൈ.